ചെറുതെങ്കിലും അതും ഒരു ജീവനല്ലേ? വഴിയിൽ ചലനമറ്റ് കിടന്ന നീലപ്പൊന്മാനെ കണ്ടപ്പോൾ ഇത്രയേ ചിന്തിച്ചുള്ളൂ കോഴിക്കോട് മുക്കം ഫയർ സ്റ്റേഷനിലെ ഫയർ ഓഫീസർ ജയേഷ്. പിന്നെ ഒന്നും നോക്കിയില്ല. നേരെ അനക്കമില്ലായിരുന്ന നീലപ്പൊന്മാനെ കയ്യിലെടുത്ത് ഓഫീസിനകത്തേക്ക്. കാര്യം മനസ്സിലാകാത്ത സഹപ്രവർത്തകർ ആദ്യമൊന്ന് അമ്പരന്നു. പിന്നെ എല്ലാവരും ഒത്തുചേർന്ന് ആ കുഞ്ഞു ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളായി. ഉടൻ തന്നെ പ്രാഥമിക ശുശ്രൂഷയും CPR-ഉം നൽകി. അല്പനേരത്തിനുള്ളിൽ നീലപ്പൊന്മാന്റെ ഹൃദയത്തിൽ നിന്നും ജീവന്റെ ചെറുതുടിപ്പുകൾ ഉയർന്നു. ഏകദേശം ഒരു 11:30 മണിയാകുന്ന സമയത്ത് ഞാൻ പുറത്തുപോയി സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ആ ലൈനിന്റെ ചുവട്ടുന്നൊരു പൊന്മാൻ നിലത്ത് വീഴുന്നത് കണ്ട് അത് പടയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ ഞാൻ അതിനെ പോയി എടുത്ത്. അപ്പോൾ അതിങ്ങനെ മെല്ലെ മെല്ലെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കൊണ്ടുവന്ന് സ്റ്റേഷന്റെ അകത്ത് കൊണ്ടുവന്ന് ഉടനെ തന്നെ കൂടെയുള്ള സഹപ്രവർത്തകർ ഞങ്ങളൊരു CPR ഒന്ന് കൊടുത്തു നോക്കി. മനുഷ്യന് മാത്രമല്ലല്ലോ, ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പം പക്ഷികൾക്കും ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ കൊടുത്തു നോക്കി. അത് ഒരു 4-5 വട്ടം ചെയ്ത സമയത്ത് ഉടനെ തന്നെ പക്ഷിക്ക് ഒരു മാറ്റം വരികയും ചുണ്ടൊക്കെ അനക്കുന്നുണ്ട്. ഉടനെ തന്നെ സഹപ്രവർത്തക അനീഷ് വെള്ളം എടുത്തുകൊണ്ടുവന്ന് വെള്ളം കുടിച്ച സമയത്ത് ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞ് കളിച്ച് ഉടനെ തന്നെ പുറത്തേക്ക് പാറി പോവുകയും ചെയ്തു. അത് രണ്ടാമത് ആ ജീവൻ കിട്ടി രണ്ടാമത് പാറി പോകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി. ഞങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചതിനെ വിട്ടത് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്കത്, അതിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. അപ്പം ഇത് ഈ CPR മനുഷ്യന് മാത്രമല്ല പക്ഷികൾക്കും പറ്റുമെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അത് രണ്ടാമതൊരു റിക്കവറിക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് വളരെ അധികം സന്തോഷം. മെല്ലെ ചിറകുകൾ ചലിപ്പിക്കാൻ തുടങ്ങിയ പൊന്മാന് ചുണ്ടുവിടർത്തി ജീവജലം കൂടി നൽകിയതോടെ ആളുഷാറായി. തന്റെ ജീവൻ കാത്ത ഫയർ സ്റ്റേഷൻ ഓഫീസ് പരിസരത്തൊക്കെ നന്ദിയോടെ ചുറ്റിക്കറങ്ങിയ ശേഷം നീലപ്പൊന്മാൻ പറന്നകന്നു. ETV ഭാരത്, കോഴിക്കോട്.